ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമായ കണ്ണൂരിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം ചേന അച്ചാർ, അതൊന്ന് നമുക്ക് ഉണ്ടാക്കിയാലോ? അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന ആ ചേന വളരെ ചെറിയ പീസാക്കിയിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. അത് 1 മണിക്കൂർ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 5-6 വലിയ പച്ചമുളക് മുറുക്കിയത്, ഒരു 2 വലിയ വെളുത്തുള്ളി, കുറച്ച് ജീരകം പൊടിച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് കടുക്, പിന്നെ ഉപ്പ്, ഇത് നമ്മളെ കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് കായപ്പൊടി, അച്ചാറിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ ഡേറ്റ്സ് ഒരു 10-25 എണ്ണം വേണം. അത് നമ്മൾ സീഡ് പോക്കിയത് കുറച്ച് വിനീഗർ ഒഴിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിക്കാൻ പോവാണ്. ഇത് നമ്മളൊരു ബൗളിലേക്ക് ചേന അങ്ങോട്ട് ഇടുകയാണ്. അതെല്ലാം അടുത്തതായിട്ട് പച്ചമുളക് നുറുക്കി വെച്ചതാണ്, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത്, അടുത്തത് കറിവേപ്പില, കുറച്ച് കടുക്, കുറച്ച് ജീരകം, കായപ്പൊടി, കാശ്മീരി ചില്ലിയാണ്, അതൊരു കളറിന് വേണ്ടി മാത്രം മതി. നമ്മൾ സാധാരണ മുളക് പൊടി ഒരു 2-3 സ്പൂണ് വേണം എരിവിന്. ശേഷം നമ്മൾ അരച്ച് വെച്ച ഡേറ്റ്സ് ചേർക്കാൻ പോവാണ്. കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആവശ്യമുള്ള ഒരു 2 സ്പൂണും കൂടെ ഞാൻ ചേർക്കുകയാണ്. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക, നല്ലതായിട്ട് ചേർക്കുക. അപ്പോൾ ഇത് കുറച്ച് അതിനെ നമുക്ക് കുറച്ച് ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ലൂസായി അച്ചാർ പരുവത്തിൽ കിട്ടും. വേറെ ഇതിൽ വെള്ളേ ഒഴിക്കാൻ പാടില്ലേ. ഇത് നമുക്ക് എത്രയും നമുക്ക് സൂക്ഷിച്ചു വെക്കാം. വിനീഗറും കൂടെ ഒഴിക്കുകയാണ്. അപ്പം നമുക്കിത് ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കാം. കുറേ കാലത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.